ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ ഡിസംബർ പകുതി കഴിഞ്ഞു. ഇനി പുതിയ വർഷത്തെ ഒന്ന് വെൽക്കം ചെയ്യാനായിട്ട് എല്ലാവരും ശരിക്കും ഒന്ന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഇപ്പോൾ ചെന്നൈയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു വെതറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളെല്ലാം നമ്മൾ പോകാനായിട്ടൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കപാലീശ്വര ടെമ്പിളാണ്. ചെന്നൈയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ചെന്നൈയിൽ വരാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാണ് കേട്ടോ. ഒരു ജാനുവരി അവസാനം വരെ നോക്കണ്ട, ഒരു ജാനുവരി പകുതിക്ക് മുന്നേ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല വെതറാണ്. പിന്നെ പൊങ്കൽ വരാൻ പോവാണ്. അപ്പോൾ അതൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് ചെന്നൈ സിറ്റി, തമിഴ്നാട് മൊത്തം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നൊരു സമയമാണ്. അതുകൂടാതെ മാർഗഴി മാസം, നമ്മുടെ ധനുമാസം ഉണ്ടല്ലോ, അതിവിടെ മാർഗഴി എന്നാണ് പറയുന്നത്. ഈ മാർഗഴിയിൽ ചെന്നൈയിൽ നല്ലൊരു വൈബാണ് കേട്ടോ. എല്ലാ ടെമ്പിളും ഭയങ്കര ആക്റ്റീവായിരിക്കുള്ളൂ. പിന്നെ നിറയെ ഭജൻസൊക്കെ ഉണ്ടാവും, മണ്ഡപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കല്യാണ മണ്ഡപങ്ങൾ. അവിടെയൊക്കെ പല സ്ഥലത്തും ഭജൻസ് ഉണ്ടാവും. അതിനോട് ചേർന്നിട്ട് സഭാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാവും. അതായത് നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ഉണ്ടല്ലോ ചെന്നൈ, തമിഴ്നാട്, അത് വളരെ ഒത്തൻറ്റിക്കായിട്ട് ഓരോ കാറ്ററിംഗ് സർവീസസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഫുഡ് ഉണ്ടാവും. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് എല്ലാം. അപ്പോൾ നമുക്ക് അതും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഭയങ്കര വൈബാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരും. ഇപ്പോൾ ഈ മൈലാപ്പൂർ അടുത്തൊക്കെ നിറയെ ഉണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് സമയം എങ്ങനെയാണെന്നുള്ളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ വലിയൊരു അമ്പലക്കുളം ഉണ്ട്. അപ്പോൾ ഇത് ശിവൻ്റെ അമ്പലമാണ്. കപാലീശ്വരനും കർപ്പകാമ്പാളുമാണ്. ശിവനും പാർവതിയാണ് ഇവിടെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ആ ഗോപുരം വഴിയാണ് അകത്തേക്ക് കയറുന്നത്. അതായത് ഈ കുളത്തിൻ്റെ ചേർന്നിട്ടുള്ള ഗോപുരം വഴി കേട്ടോ. ഈ ഓരത്തിനോട് ചേർന്നിട്ട് നിറയെ പൂക്കളുണ്ട് കേട്ടോ. കുറേ അക്കന്മാർ ഇതുപോലെ പൂക്കളും കൊണ്ടിരിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂക്കൾ നമുക്കിവിടെ കാണാം കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് പൂക്കളൊക്കെ ആയിരിക്കുള്ളൂ. ഇവിടെ ഈ വയലറ്റ് പൂവുണ്ടല്ലോ, അത് കാക്കപ്പൂന്നാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ പറയണേ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എവിടെയാണ് കൊടുക്കാമെന്ന്. അകത്ത് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ശനീശ്വരൻ്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ, അവിടെയാണ് അത് സമർപ്പിക്കാമെന്ന്. അപ്പം ഞങ്ങൾ പൂക്കളും കൂവളത്തിൻ്റെ മാലയൊക്കെ വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. ദേവിക്കും ശിവനും ഒക്കെ സമർപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നെയ്വിളക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തെളിയിച്ച് വെച്ചിട്ടാണ് അകത്തേക്ക് കയറുക. അത് തെളിയിച്ചു. അവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നിറയെ 2-3 സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ തീപ്പെട്ടിയും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കെടുത്ത് അതെല്ലാം വിളക്കെല്ലാം തെളിയിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു പ്രദക്ഷിണം കൂടി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറിയത്. അപ്പോൾ അകത്ത് നമ്മൾ കയറുന്ന സമയത്ത് ഒട്ടും ക്യൂ ഉണ്ടായിരുന്നില്ല. വേഗം അങ്ങ് കയറാൻ പറ്റിയിട്ടോ. അതല്ല ഭയങ്കര ക്യൂ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ 50 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കയറാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ക്യൂയിൽ തന്നെ നിന്ന് കയറണം കേട്ടോ. എന്നാലും ഫാസ്റ്റായിട്ട് പോവും. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇവിടെ നിറയെ കോഴികളുണ്ട് കേട്ടോ. 2-3 പൂവൻകോഴികളുണ്ട്. പൂവൻകോഴികളാണുള്ളത്. പാറു അതിനെ ഓടിച്ച് അത് തിരിച്ചോടിച്ചിട്ടാണ് അവളെ. ഇപ്പോൾ കാറിക്കൊണ്ട് ഓടി വരുന്നതാണ് കാണുന്നത്. ലാസ്റ്റ് ടൈം പോയപ്പോഴും കോഴി ഉണ്ടായിരുന്നു അവിടെ. കോഴിയുമുണ്ട്, പൂച്ചയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗോശാല ഉണ്ട് കേട്ടോ അകത്ത് തന്നെ. അത് വീഡിയോ എടുത്തെങ്കിലും അതെന്തോ റെക്കോർഡായില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് അത് റെക്കോർഡാവാത്ത കാണുന്നത്. ഇവിടെ നിറയെ ഇങ്ങനെ മണ്ഡപങ്ങളും കൊത്തുപണികളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗി അമ്പലം കാണാനായിട്ട്. ശരിക്കും ചെന്നൈ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് കേട്ടോ ഇത്. ആ മൈലാപ്പൂർ എന്ന് പറയുന്നത് അധികം ദൂരമില്ല മറീന ബീച്ചിൽ നിന്നൊക്കെ. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ വരുന്ന ആൾക്കാർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയും. ഒരുപാട് ദൂരം ഇല്ലാതെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഒരു അമ്പലം ചെന്നൈ സിറ്റിയുടെ അകത്ത് കാണാൻ പറ്റുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അത്രയും കാണാനുണ്ട്. പിന്നെ ആ അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിങ്ങും നല്ല അടിപൊളിയാട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഞാനിവിടെ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു വൈബ് അറിയാം. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ശരിക്കും ആ ഒരു ഇത് അറിയാൻ പറ്റും കേട്ടോ. ആ ശില്പങ്ങളും പിന്നെ ആ മണ്ഡപങ്ങളും പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ. ഇപ്പോൾ കണ്ടോ ഭയങ്കര ക്യൂ ആയി. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഭാഗ്യത്തിന് വേഗം അങ്ങ് കയറാൻ പറ്റി.
അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗോശാല ഉള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു കൗണ്ടർ കണ്ടോ, അവിടെ നമ്മളിവിടെ സമർപ്പിക്കുന്ന സാരികളുണ്ടല്ലോ അതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പൈസ ഉണ്ട്, അത് പൈസ കൊടുത്ത് വാങ്ങിക്കാം. ദേവിക്ക് ചാർത്തിയ സാരിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അകത്തുനിന്ന് പഴം പ്രസാദമായിട്ട് കിട്ടി. അപ്പോൾ പാറുവിന് പഴം മതി എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എല്ലാ അമ്പലങ്ങളിലും എന്തെങ്കിലും പ്രസാദം കിട്ടും കേട്ടോ. ഇന്ന് തൈര് സാദമാണ് കിട്ടിയത്. സാധാരണ തൈര് സാദം, പിന്നെ പുളിയോദര, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസാദങ്ങളൊക്കെ ആയിരിക്കും. വട ഉണ്ടാവാറുണ്ട്, പൊങ്കൽ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. വെൺപൊങ്കൽ, സ്വീറ്റ് പൊങ്കലൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പാറുക്കുട്ടിക്ക് സാധാരണ തൈര് സാദം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അവൾ പഴം ഉണ്ടായിരുന്നതുകൊണ്ട് പഴം മതി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പയ്യെ ഒന്ന് ചുറ്റി ഒന്ന് കണ്ടിട്ട് ഇനി ഇറങ്ങാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേരം ഇവിടെ ഇരുന്നു. ഇത് ബാക്ക് ഡോറിൻ്റെ അവിടെയാണ്. വലിയ ഗോപുരം ഇതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് ഇങ്ങനെ കളേഴ്സ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിനെ. അതുകൊണ്ട് വേറൊരു ഭംഗി. അതല്ലാത്തതും എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടം പെയിൻ്റ് ഒന്നും ചെയ്യാത്ത ആ റോ ആയിട്ടുള്ളത് കാണാനായിട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണത്. പിന്നെ ഇതാണ് ഇവിടുത്തെ മണ്ഡപം. ഇവിടെ ഉപപ്രതിഷ്ഠകളായിട്ട് ഗണപതി ഭഗവാനുണ്ട്, മുരുകനുണ്ട്, പിന്നെ ശനീശ്വരനുണ്ട്, പിന്നെ വേറെ 2 പ്രതിഷ്ഠകളുണ്ട്. അതെനിക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. അവിടെ തമിഴിലാണ് എഴുതി വെച്ചിരുന്നത് കേട്ടോ. ഒരു ചെറിയ പ്രതിഷ്ഠയാണ് 2 അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ്. ഗണപതിയുടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നടന ഗണപതിയായിട്ടാണ് കേട്ടോ. അതും ഒരു ഡിഫറെൻ്റാണ് ഇവിടുത്തെ. അപ്പോൾ ഇഷ്ടംപോലെ ഫോറിനേഴ്സും വരും കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ചെന്നൈ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് മൈലാപ്പൂർ എന്ന് പറയുന്നത്. ചെന്നൈ സിറ്റി നമ്മളിപ്പം മറീന ബീച്ചിലൊക്കെ വരുമല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത്. മറീന ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. വേഗം വരാം നമുക്കിവിടെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ചെന്നൈയിൽ വരുവാണെന്നുണ്ടെങ്കിൽ വരണം. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. നമുക്ക് ആ വൈബ് ഇവിടെ വരുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. ഈ അമ്പലം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5:30 തൊട്ടിട്ട് ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 4:30 തൊട്ട് രാത്രി 9:30 വരെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു സമയം കണക്കാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴുതിട്ട് പോവാം. ഇനിയിപ്പം നമുക്ക് പുറത്ത് നടന്ന് കാണാനായിട്ടാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. എന്തായാലും ചെന്നൈയിൽ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടേ പോകാവൂ. നിങ്ങൾക്കൊരിക്കലും നഷ്ടം ഉണ്ടാവില്ല, നഷ്ടം തോന്നില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കയറി നടന്നു, അവിടെ കുറേ നേരം ഇരുന്നു. അങ്ങനെ ഭയങ്കര കാമായിട്ടാണ് നമ്മളിതാ ഇറങ്ങിയത് കേട്ടോ. ഇതാ നമ്മൾ കയറിയ ആ ഗോപുരം വഴി തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. ഇറങ്ങി പിന്നെയും ആ കുളം ഒന്ന് കണ്ടപ്പോൾ എനിക്ക് അവിടെ ഒന്ന് കാണാതെ പോരാൻ തോന്നിയില്ല. നല്ല കാമായിട്ട് കിടക്കുവാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. ആ വെള്ളം ഇങ്ങനെ നമുക്ക് അവിടെ മൊത്തം അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആയിട്ടാണ് കേട്ടോ ആ കുളം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഇല പോലും അതിലില്ല. പിന്നെ നല്ല ഭംഗിയായിട്ട് അവിടെ ഇങ്ങനെ തുഴഞ്ഞു നടക്കുന്ന അരയന്നങ്ങളെ കാണാം. കിളികളൊക്കെ ഉണ്ട്, പ്രാവുകളൊക്കെ ഉണ്ട്. ആ നടുക്കുള്ള മണ്ഡപത്തിൽ നിറയെ പ്രാവുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ പ്രാവുകൾ പറന്നു പോകുന്നതും കാക്കകൾ അങ്ങനെ അതൊക്കെ അതിൻ്റെ അടുത്തൂടെ നടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ കുളത്തിൻ്റെ ഒരു സൈഡിനോട് ചേർന്നിട്ടൊരു സ്ട്രീറ്റിൽ ഇതുപോലെ നിറയെ കച്ചവടങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു ചാൻസും കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുറേ ഐറ്റംസ്. ഇതിപ്പോൾ പാറുക്കുട്ടി ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പായതാണ്. അവൾക്ക് പറ്റിയ കുറേ സാധനങ്ങൾ, മിനിയേച്ചർ കുറേ സാധനങ്ങളുണ്ട്, നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നപ്പോൾ കുറേ കണ്ടില്ല. ഇപ്പോൾ വീഡിയോ നോക്കി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് കുറേ സാധനങ്ങൾ അവിടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടോ.
വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ കുപ്പിവളകൾ, നല്ല കുപ്പിവളകൾ കിട്ടും കേട്ടോ ഇവിടെ. ഞാൻ ചെന്നൈയിൽ വന്ന ആദ്യം സമയത്ത് ഒരുപാട് വൈകാതെ തന്നെ മൈലാപ്പൂർ ഇവിടെ ടെമ്പിളിൽ നമ്മൾ വന്നായിരുന്നു. എന്നെ ഷൈച്ചേട്ടൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് വള വാങ്ങിച്ചു. ആ വള പോലത്തെ 2 വളയാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാ വലിയ ഡിസൈനൊന്നുമില്ല, ഒരു സെൽഫായിട്ടൊരു ഡിസൈൻ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ റെഡും ഗ്രീനും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വേറെ കളർ വാങ്ങിച്ചു. നല്ല ക്വാളിറ്റിയുള്ള നല്ല വളകളായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ശരവണ ഭവനിലാണ് വന്നത്. ആ സ്ട്രീറ്റിൽ തന്നെയാണ്. നമ്മൾ ലഞ്ചാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ തമിഴ് ഊണാണ്. വൈറ്റ് റൈസും പിന്നെ ഒരു ചപ്പാത്തി, പിന്നെ ഇവിടുത്തെ തരം കുറേ കറികൾ, ഒരു വെറൈറ്റി റൈസ് ഒക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ വെറൈറ്റി റൈസായിട്ട് കറിവേപ്പില റൈസാണെന്ന് തോന്നുന്നു. പിന്നെ ചപ്പാത്തിക്കുള്ള ഒരു പരിപ്പ് ബേസ് ആയിട്ടുള്ള ഒരു കറി ഉണ്ടാവും. പിന്നെ സാമ്പാർ, രസം, വത്തക്കുളമ്പ്, പൊരിയൽ, അങ്ങനെ കുറേ കറികൾ. സ്വീറ്റായിട്ട് പായസം ഉണ്ടാവാറുണ്ട്, കേസരി ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ പായസമായിരുന്നു ഉണ്ടായിരുന്നേ, പരിപ്പ് പായസമായിരുന്നു. അങ്ങനെ എല്ലാത്തിനും ചെറിയൊരു ടേസ്റ്റ് നമ്മുടെ കേരള സ്റ്റൈലായിരിക്കില്ല, ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു തമിഴ് ബേസ് ആയിരിക്കുള്ളൂ എല്ലാം. അപ്പം ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ആ ഒരു വ്യത്യാസം ആദ്യമൊക്കെ ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ പാറു ആസ് യൂഷ്വൽ നമ്മുടെ തൈരും ചോറുമാണ് കഴിച്ചത്. ഞങ്ങൾ എല്ലാ കറികളൊക്കെ കൂട്ടി കഴിച്ചു. എനിക്കിവിടുത്തെ സാമ്പാറും രസവും നല്ല ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഇത് പൊട്ടറ്റോൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ തോരൻ മാതിരി ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഒരു തേങ്ങ ഇടാത്ത ഒരു ഇതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതിന് പൊരിയൽ എന്ന് തന്നെയാണോ പറയണതെന്നറിയില്ല. അപ്പോൾ അത് ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഒരു ആവറേജ് മീലായിരുന്നു. കാരണം ഞാനിവിടുത്തെ വെജിറ്റേറിയൻ മീൽസ് ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ടേസ്റ്റ് അറിയാം. അപ്പോൾ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കഴിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഒരു ദിവസം മുഴുവനും നടന്ന് കാണാനുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. സ്പെഷ്യലായിട്ട് കിട്ടുന്ന കുറേ ഫുഡുള്ള സ്ഥലങ്ങളുണ്ട്. വളരെ ചെറിയ സ്ഥലമാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് സമയക്കുറവും കൊണ്ട് നമ്മൾ പോവുകയാണ്, വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.